ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ 99% പൂർത്തിയായെന്ന് US അംബാസഡർ സെർജിയോ ഗോർ പറഞ്ഞു. ബാക്കി ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് ഡൽഹി IITയിൽ സംഘടിപ്പിച്ച US ഇന്ത്യ ട്രസ്റ്റ് ഇനിഷ്യേറ്റീവ് എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വരും ആഴ്ചകളിൽ തന്നെ ഈ സുപ്രധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. കരാറിന്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അമേരിക്കൻ ചീഫ് ട്രേഡ് നെഗോഷിയേറ്ററുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ജൂൺ 1 മുതൽ 4 വരെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ഗോർ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിലിൽ അമേരിക്കയിൽ വെച്ച് ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ വ്യാപാര ചർച്ചകളുടെ തുടർച്ചയാണിത്. വിപണി ലഭ്യത, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, താരിഫ് ഇതര തടസ്സങ്ങൾ, വ്യാപാര സൗകര്യം, സാമ്പത്തിക സുരക്ഷ, സഹകരണം തുടങ്ങിയ നിർണായക വിഷയങ്ങളിലാണ് നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ചരക്ക് സേവന മേഖലകളിലായി $20 ബില്യൺ നിന്ന് $220 ബില്യൺ ഈ വ്യാപാര ബന്ധം വളർന്നതെന്ന് ഗോർ ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ ബിസിനസ്സുകൾക്കും തൊഴിലാളികൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ വ്യാപാരം വിപുലീകരിക്കാനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികളിൽ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ വ്യാപാരം, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ്, ഊർജം തുടങ്ങിയ നൂതന സാങ്കേതിക മേഖലകളിലെ സഹകരണത്തിനും ഇരു രാജ്യങ്ങളും വലിയ പ്രാധാന്യം നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും ചേർന്ന് ഈ വർഷം തുടക്കം കുറിച്ച ട്രസ്റ്റ് പദ്ധതി വഴി തന്ത്രപ്രധാനമായ സാങ്കേതിക വിദ്യകളിൽ നൂതനത്വം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് അത്യാധുനിക AI ചിപ്പുകളുടെ കൈമാറ്റം അമേരിക്കൻ വാണിജ്യ വകുപ്പ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഔഷധ മേഖലയിലും ബഹിരാകാശ രംഗത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതിശക്തമാണെന്ന് അംബാസഡർ വ്യക്തമാക്കി. അമേരിക്കയ്ക്ക് ആവശ്യമായ ജനറിക് മരുന്നുകളും 40% ഇന്ത്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. വരും വർഷത്തിൽ ഔഷധ മേഖലയിൽ ഉൾപ്പെടെ ഏകദേശം $20.5 ബില്യൺ നിക്ഷേപ വാഗ്ദാനങ്ങൾ ഉറപ്പാക്കാൻ US ഡിപ്ലോമാറ്റിക് മിഷനുകൾക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ കയറ്റുമതി നിയന്ത്രണ സംവിധാനങ്ങൾ ആധുനീകരിക്കുന്നതിലൂടെ സാങ്കേതിക സഹകരണം കൂടുതൽ ദൃഢമാക്കാനാണ് ഇന്ത്യയും USഉം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഫാർമസ്യൂട്ടിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അതിന്റെ ഫാർമ വിതരണത്തിന്റെ ഏകദേശം 40% ഇന്ത്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നതെന്ന് ഗോർ ചൂണ്ടിക്കാട്ടി. ഇത് ഇന്ത്യൻ ഉൽപാദന ശേഷിയുള്ള USന്റെ ആത്മവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടുന്ന വിതരണ ശൃംഖലയും നിക്ഷേപ സംബന്ധിയായ പ്രശ്നങ്ങളും പഠിക്കുന്ന US ഫാർമ ടാസ്ക് ഫോഴ്സിനുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. നാസയും ഇസ്രായേലും തമ്മിലുള്ള വളർന്നുവരുന്ന സഹകരണത്തെ, തന്ത്രപരമായ സഹകരണത്തെക്കുറിച്ച് ഗോർ എടുത്തു പറഞ്ഞു. നിർണായക മേഖലകളിലെ വിശ്വസ്ത പങ്കാളികളുമായി മാത്രമേ വാഷിംഗ്ടൺ അടുത്ത് പ്രവർത്തിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. US നേതൃത്വം നൽകുമ്പോൾ ഞങ്ങൾ വിശ്വസ്ത പങ്കാളികളെ ക്ഷണിക്കുന്നു. ഇന്ത്യയും അതിലൊന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലയിൽ ചൈനയുടെ വളർന്നുവരുന്ന ആധിപത്യത്തിന് ഇന്ത്യ ഒരു പ്രധാന പ്രതിസന്തുലനമാണെന്ന് അംബാസഡർ വിശേഷിപ്പിച്ചു. വർഷങ്ങളായി ഉഭയകക്ഷി വ്യാപാരം ബന്ധം നാടകീയമായി വികസിച്ചു. US ഡോളറിൽ നിന്ന് ഏകദേശം $220 ബില്യൺ ആയി. ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസം, ഗവേഷണം, സ്ഥാപനങ്ങളുടെ പങ്ക് ഊന്നിപ്പറഞ്ഞ ഗോർ IIT ഡൽഹി പോലുള്ള സ്ഥാപനങ്ങളിലെ ലാബോറട്ടറികളിലും ക്ലാസ് മുറികളിലും നടക്കുന്ന സഹകരണങ്ങൾ ബന്ധത്തിന്റെ അടുത്ത ഘട്ടത്തിന് അടിത്തറയിടുകയാണെന്ന് പറഞ്ഞു. അതേസമയം സഹകരണത്തിന്റെ പുതിയ വഴികൾ ആഹ്വാനം ചെയ്ത ഗോർ സിവിൽ ആണവ മേഖലയിൽ കൂടുതൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിനായി നിയമങ്ങളും നിയന്ത്രണങ്ങളും രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്തു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സമീപകാല ഇന്ത്യ സന്ദർശനത്തെ സാരവത്തായ ഒന്നായി അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇത് വ്യാപാരം, സാങ്കേതിക വിദ്യ, തന്ത്രപരമായ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല ഇടപെടൽ തുടരുന്നതിന്റെ സൂചനയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.